ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്നാം ഏകദിനം ഇന്ന് 2 മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ കളി വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. ഉച്ചയ്ക്ക് 1:30 ഇൻഡോറിൽ ഹോൾക്കർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ടും തൃപ്തികരമായ പ്രകടനം നടത്താൻ കഴിയാത്ത പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം ഇന്നത്തെ കളി ഹർഷ്ദീപ് സിംഗിന് അവസരം ലഭിച്ചേക്കാം. തുടരെ നിരാശപ്പെടുത്തുന്ന രവീന്ദ്ര ജഡേജയ്ക്ക് പകരം അക്സർ പട്ടേൽ ടീമിലെത്താനും ഇടയുണ്ട്. എന്നാൽ നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ തുടർന്നേക്കാം. ഇന്നത്തെ കളി രോഹിത് ശർമ്മയ്ക്ക് നിർണായകമാണ്. തുടക്കം കിട്ടിയിട്ടും മികച്ച സ്കോറുകൾ കണ്ടെത്താൻ കഴിയാതിരുന്ന രോഹിത്തിന് ഇന്നുകൂടി പരാജയപ്പെട്ടാൽ ടീമിലെ സ്ഥാനം നഷ്ടമായേക്കാം. യശസ്വി ജയ്സ്വാൾ അവസരം കാത്തിരിക്കുമ്പോൾ രോഹിത്തിന് ഇന്നത്തെ കളി 50 എങ്കിലും നേടിയേ മതിയാവൂ. ആദ്യ കളി 301 റൺസിന്റെ വിജയലക്ഷ്യം മറികടന്നാണ് ഇന്ത്യ വിജയിച്ചത്. 93 റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ വിജയത്തിന് ചൂക്കാൻ പിടിച്ചത്. രണ്ടാമത്തെ കളി ഇന്ത്യ മുന്നോട്ട് വെച്ച 285 റൺസ് വിജയലക്ഷ്യം ന്യൂസിലാൻഡ് പിന്തുടർന്ന് വിജയിച്ചു. 112 റൺസ് നേടിയ KL രാഹുലിന് മറുപടിയായി 131 റൺസ് നേടി പുറത്താവാതെ നിന്ന് ഡാരിൽ മിച്ചലാണ് ന്യൂസിലാൻഡിന് ജയം സമ്മാനിച്ചത്. ആദ്യ കളി 84 റൺസ് നേടിയ മിച്ചൽ ഗംഭീര ഫോമിലാണ്. ഏകദിന പരമ്പരയ്ക്ക് ശേഷം 5 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയുണ്ട്. ഈ മാസം 21-നാണ് T20 പരമ്പര ആരംഭിക്കുക. ജനുവരി 30-നാണ് T20 പരമ്പര അവസാനിക്കുക.